കനേഡിയൻ പ്രോവിൻസായ ആൽബർട്ടയുടെ പടിഞ്ഞാറേ ഭാഗത്തായി കനേഡിയൻ റോക്കീസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണം. ക്യാമ്പിങ്ങും ഹൈക്കിങ്ങും ഒക്കെ ആയിട്ട് ദിവസങ്ങളോളം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ സ്ഥലം. അങ്ങോട്ടേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. വെൽക്കം ടു നോർഡെക്. ഞങ്ങളുടെ ഹോം സിറ്റിയായ എഡ്മണ്ടനിൽ നിന്നും 300-ലധികം കിലോമീറ്റർ അകലെയാണ് നോർഡെക് സ്ഥിതി ചെയ്യുന്നത്. ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു സ്ഥലമാണെങ്കിലും ഇത്തവണ ഒരു സിംഗിൾ ഡേ ട്രിപ്പായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ടേക്കുള്ള ഡ്രൈവ് തന്നെ വളരെ എൻജോയബിളാണ്. പോകുന്ന വഴിക്കുള്ള പ്രസിദ്ധമായ ഒരു ടൗണാണ് റോക്കി മൗണ്ടൻ ഹൗസ്. സുദീർഘമായ ചരിത്രമുള്ള കാനഡയുടെ തന്നെ ചരിത്രത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു പട്ടണമാണിത്. ഈ സ്ഥലത്തെയും അതിൻ്റെ ചരിത്രത്തെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒന്നാണ് ഇവിടെയുള്ള നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റ്. ഇവിടുത്തെ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നും ഈ ഹിസ്റ്റോറിക് സൈറ്റിൻ്റെ മാപ്പും മറ്റ് ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്നതാണ്. Museum gift shop. Off to our left, there's our chimney trail right here. It goes past Fort Sites 3 and 4, as well as Blacksmith Station. We do have blacksmith interpreters at the station right now. Tell you about blacksmith. Blacksmith thing in there. പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ ഫർ ട്രേഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു റോക്കി മൗണ്ടൻ ഹൗസ്. ബീവർ, റക്കൂൺ, കയോഡി തുടങ്ങിയ മൃഗങ്ങളുടെ രോമത്തിൻ്റെ വ്യാപാരമാണ് ഫർ ട്രേഡ്. ബ്രിട്ടീഷ് ട്രേഡേഴ്സാണ് ഇവിടെ താമസിച്ചിരുന്ന ആദിവാസി ഗോത്രങ്ങളിൽ നിന്നും തണുപ്പ് കാലത്ത് ഉപയോഗിക്കാവുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ ഇവ വാങ്ങിയിരുന്നത്. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, മറ്റു ഉപകരണങ്ങളൊക്കെ ഇവിടെയുള്ള മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭരായ ജിയോഗ്രാഫേഴ്സിൽ ഒരാളായിരുന്നു ഡേവിഡ് തോംസൺ. നോർത്ത് അമേരിക്കയുടെ 5-1 വരുന്ന സ്ഥലം മാപ്പ് ചെയ്തത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളും അദ്ദേഹം മാപ്പിങ്ങിന് ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ഉപകരണങ്ങളും ഒക്കെ ഈ മ്യൂസിയത്തിൽ കാണാവുന്നതാണ്. ഇവിടുത്തെ ആദിവാസി ഗോത്രങ്ങളിലൊന്നായ മേത്തീസ് വിഭാഗത്തിൽപ്പെട്ട ഷാർലറ്റ് സ്മോൾ എന്ന സ്ത്രീയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത്. ഈ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റിലുള്ള 2 ട്രെയിൽസിലൊന്നാണ് ചിമ്നി ട്രെയിൽ. 1 കിലോമീറ്ററോളം നീളമുള്ള ഈ ട്രെയിലിൽ കൂടി സഞ്ചരിച്ചാൽ 19-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാൻ സാധിക്കുന്നതാണ്. ഒരു ബ്ലാക്ക് സ്മിത്ത് ഷോപ്പും ഈ ട്രെയിലിലുണ്ട്. ഇരുമ്പ് ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന പരമ്പരാഗതമായ രീതി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. Okay. So you guys made all these things here? Yeah, we made all this stuff. We make things like we make lots of nails, we got candle holders, bottle openers, all different kinds of hooks and things. You're welcome to touch any of these if you want. Sure. Yeah, we've got steak flippers, fire pokers, things like that. Yeah. അല്പസമയം ഇവിടെ ചിലവിടുകയാണെങ്കിൽ ഒരു ടൂൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ എല്ലാ ഘട്ടങ്ങളും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെയുള്ള 2ാമത്തെ ട്രെയിലാണ് ഡേവിഡ് തോംസൺ ട്രെയിൽ. 3 കിലോമീറ്ററിലധികം നീളമുള്ള ഈ ട്രെയിലിൻ്റെ വശങ്ങളിലായി പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന കൂടാരങ്ങൾ, വള്ളങ്ങൾ എന്നിവയുടെയൊക്കെ മാതൃകകൾ കാണാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഫർ ട്രേഡിങ്ങിന് ഉപയോഗിച്ചിരുന്ന പല മൃഗങ്ങളുടെയും തുകലുകളുടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ചില വോളണ്ടിയേഴ്സും ആ കാലഘട്ടത്തിലെ രീതിയിൽ ഡ്രസ്സ് ചെയ്തിരുന്നത് രസമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു.
നോർത്ത് സസ്കാച്ചുവൻ റിവറിൻ്റെ തീരത്താണ് ഈ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഗ്ലേഷ്യറിൽ നിന്നുള്ള ഇളം നീല നിറത്തിലുള്ള വെള്ളവും പുറകിലുള്ള പൈൻ ഫോറസ്റ്റും ഒക്കെയായിട്ട് വളരെ മനോഹരമായ ഒരു നദിയാണിത്. ഏതാണ്ട് 2 മണിക്കൂറോളം ഇവിടെ ചിലവിട്ട ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. ധാരാളം വന്യമൃഗങ്ങളെ ഈ പരിസരങ്ങളിൽ കാണുവാൻ സാധിക്കും. വൈൽഡ് ഗോട്ട്സ്, വൈൽഡ് ഹോഴ്സസ് ഇതൊക്കെ ഇവിടുത്തെ സാധാരണ കാഴ്ചകളാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രിസ്ലി ബിയറിനെയും കണ്ടെന്നിരിക്കാം. നോർഡഗിലെ വളരെ പ്രസിദ്ധമായൊരു കഫേയാണ് മൈനേഴ്സ് കഫേ. നോർഡഗിലെ വളരെ ചുരുക്കം റെസ്റ്റോറൻറ്റ്സിലൊന്നാണിത്. ഇതുവഴി കടന്നു പോകുന്നവർ തീർച്ചയായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട ഒരു കഫേ കൂടിയാണിത്. സാമാന്യം നല്ല തിരക്കുള്ള ഈ കഫേയിലെ പൈസ് വളരെ പ്രസിദ്ധമാണ്. ഈ കഫേയുടെ അടുത്തായിട്ട് ഒരു മ്യൂസിയവുമുണ്ട്. 1911 മുതൽ 1955 വരെ ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന ഒരു മൈനിങ് ടൗൺ കൂടിയാണ് നോർഡഗ്. അതുകൊണ്ട് തന്നെ ഈ ടൗണിലെ താമസക്കാരിൽ ഭൂരിഭാഗവും ആ കാലത്ത് മൈനിങ് തൊഴിലാളികളായി വന്നവരായിരുന്നു. ഈ ടൗണിൻ്റെ മൈനിങ് ഹിസ്റ്ററിയും ഇവിടെ ആ കാലത്ത് നിലനിന്നിരുന്ന ജീവിത രീതിയുമൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ഈ മ്യൂസിയം. ബിഗ് ഹോൺ ഡാം ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഹൈവേയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് ഈ ഗ്രാവൽ റോഡിലൂടെ സഞ്ചരിച്ചാണ് അങ്ങോട്ടേക്ക് എത്തേണ്ടത്. മലനിരകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്. നോർത്ത് സസ്കാച്ചുവൻ റിവറിൽ 1972 നിർമ്മിക്കപ്പെട്ട ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റാണിത്. കാര്യമായ പാരിസ്ഥിതിക ആഘാത പഠനമൊന്നും നടത്താതെ നിർമ്മിക്കപ്പെട്ട ഒരു ഡാമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിച്ചിരുന്ന ആദിവാസികളുടെ സർവൈവലിനെ ഇത് കാര്യമായി ബാധിക്കുകയും വൈകാതെ തന്നെ അവർക്ക് ഇവിടം വിട്ടു പോകേണ്ടി വന്നു എന്നത് ഈ ഡാമിൻ്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി കണക്കാക്കപ്പെടുന്നു. ഈ യാത്രയിലെ ഞങ്ങളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ ഏബ്രഹാം ലേക്ക് എത്തുമ്പോൾ സമയം 3 മണി കഴിഞ്ഞിരുന്നു. വശങ്ങളിലായി ധാരാളം ഫ്രീ ക്യാമ്പ് സൈറ്റ്സും നല്ല വ്യൂ ഉള്ള ഒരുപാട് പിക്നിക് സ്പോട്ട്സും ഒക്കെയുള്ള ഒരു ലേക്കാണിത്. സാധാരണയായി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലേക്കിൻ്റെ ഭൂരിഭാഗം ഏരിയയും വരണ്ട അവസ്ഥയിലായിരുന്നു. ബിഗ് ഹോൺ ഡാം പണിതതിൻ്റെ ഭാഗമായി മനുഷ്യനിർമ്മിതമായി നിർമ്മിക്കപ്പെട്ട ഒരു ലേക്കാണ് ഏബ്രഹാം ലേക്ക്. തെളിഞ്ഞ നീല നിറത്തിലുള്ള വെള്ളവും പുറകിൽ മലകളും ഒക്കെയായി വളരെ മനോഹരമായ ഒരു ലേക്കാണിത്. മനോഹരമായ ലേക്കും മൗണ്ടൻസും അരുവികളുമൊക്കെയായി ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്താലും മടുക്കാൻ തീരെ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് നോർഡഗ്. നോർഡഗിൻ്റെ ആകാശ കാഴ്ച കാണാൻ താല്പര്യമുള്ളവർക്ക് ഹെലികോപ്റ്റർ ടൂറിസവും ഇവിടെ അവൈലബിൾ ആണ്. അത് പിന്നൊരിക്കലാകാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ തൽക്കാലത്തേക്ക് നോർഡഗിൽ നിന്നും മടങ്ങി. പ്രകൃതി ഭംഗിയെ നന്നായി ആസ്വദിച്ചും കാനഡയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു നോർഡഗിലേക്കുള്ള ഈ യാത്ര. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.